മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്കും, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റർമാർ, വൈദിക വിദ്യാർത്ഥികൾ, സിസ്റ്റർമാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങളെ, യുവജന സുഹൃത്തുക്കൾ, പ്രായമുള്ള മാതാക്കന്മാർ, സ്പെഷ്യൽ എല്ലാവർക്കും ഈ വർഷം ദൈവാനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ഒക്കെ നല്ലൊരു കൃപയുടെ വർഷമായി മാറട്ടെ കേട്ടോ. സഹനം വന്നാൽ പിടിച്ചു നിൽക്കാതെ കൃപയും കൂടെ കർത്താവ് തരും. ബ്ലെസ്സിങ് ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ തന്നിട്ടുണ്ട്. ഇനി വേണം ഇന്നൊരു ചെറിയ ബ്ലെസ്സിങ് തരുകയും ചെയ്യാം കേട്ടോ. കാരണം ഇന്ന് നിങ്ങൾ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു സമയമാകുമല്ലോ. പിന്നെ നമ്മൾ എനിക്കിന്നലെ ഭയങ്കര സന്തോഷം, വലിയ സന്തോഷം. എന്താ കാരണം എന്താ അറിയാമോ? ഞാൻ ഇന്നലെ രാത്രിയിലെ വിശുദ്ധ കുർബാനയർപ്പണം കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് മൊബൈലിൽ നിന്ന് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് പേഴ്സണലി. എന്താ പറയുക, അച്ഛൻ പറഞ്ഞാൽ ഇന്നലെ പള്ളിയിൽ പോകാൻ വിചാരിച്ചിരുന്നതല്ലേ, ക്രിസ്മസിന് പോയതാണ്. പക്ഷേ എന്തായാലും അച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ പറഞ്ഞതല്ലേ, ഏതായാലും പള്ളിയിലങ്ങ് പോയേക്കാന്ന് വിചാരിച്ചിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോയി എന്ന് പറഞ്ഞു. ഒരുപാട് ഈ വയസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. കുറേ അധികം പേര് ഇന്ന് രാവിലെ പോയെന്ന് എനിക്ക് ഉറപ്പാണ്. ചിലപ്പോൾ എല്ലാ കൊള്ളയിലും രാത്രി കുർബാന ഉണ്ടാകുന്ന നിർബന്ധമില്ല. എനിവേ, ഈശോ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഗൗരവത്തിലെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങളോട് പ്രത്യേകം കേട്ടോ. വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. യെസ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വലിയ കൃപ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം, ഓരോ 100ാമത്തെ എപ്പിസോഡുകളിലും നമ്മൾ കൂടുതൽ എന്താ പറയുന്നത്, മക്കളുണ്ടാകുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗർഭപാത്രത്തിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡെലിവറിക്ക് ഒരുങ്ങുന്നവർ, അങ്ങനത്തെ ഓരോ മേഖലകളിലും അതിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണ്. കഴിഞ്ഞ 3 ദിവസം ടെസ്റ്റിമണികൾ വായിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത മക്കൾക്ക് ദമ്പതികളുണ്ടായി കോംപ്ലിക്കേഷൻ ഉണ്ടായി ഈശോ ആശീർവാദത്തിലൂടെ മാറ്റി. അപ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം. അതിനുശേഷം ബ്ലെസ്സിംഗ് നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ നന്മറം ചൊല്ലി ആദ്യം ആർക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കും, എന്നിട്ട് വചനം കേൾക്കും, എന്നിട്ട് ആശീർവദിക്കും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി, കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവം തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകം 1:8 ഡ്യൂട്രോണമി ചാപ്റ്റർ 1:8 കർത്താവ് വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവ് അരുളി ചെയ്യാണ്, ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ദൈവജനത്തോട് മോശ വഴി, അല്ലെങ്കിൽ നേതൃത്വങ്ങൾ വഴി, മോശ ജോഷാകാലം അങ്ങനെ കർത്താവ് അരുളി ചെയ്യാം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരങ്ങളെ, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും അവരുടെ സന്തതികൾക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈയടക്കുവിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ കർത്താവ് പറയാണ്, ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് തരാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്നാണെന്നറിയോ? നമ്മളിങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, നമ്മൾ ദൈവത്തോട് ചേർന്ന് സഹകരിക്കണം. അതാണ് സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം. നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ കൂടാതെ നമ്മൾ രക്ഷിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ അബ്രാഹത്തോട് ഇസ്ഹാക്കിനെ യാക്കണം, അവർക്ക് അവരുടെ സന്തതികൾക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം അതാണ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. നിങ്ങൾ പോയി കൈയടക്കിക്കോ. അപ്പോൾ കയ്യും കെട്ടിയിരുന്ന കാര്യങ്ങൾ നടക്കുകയല്ല. ബൈബിൾ അതിനോട് കയ്യും കെട്ടിയിരുന്നാൽ ദാരിദ്ര്യം വീട്ടിലോട്ട് വന്ന് കയറുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ കുട്ടികളെ ബ്ലെസ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട്, വിജയം കർത്താവ് കൊടുക്കുന്നു. പക്ഷേ പഠിക്കാതിരുന്നാലോ? നമ്മൾ ചെയ്യുന്നവ നമ്മൾ ചെയ്യണ്ടേ അല്ലേ? അങ്ങനെ പഠനം, അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം, കൃപയാണെങ്കിൽ വരുമ്പോൾ എല്ലാത്തിലും മുൻപന്തിയിലെത്തും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഒരു ബിഷപ്പ് പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാണ്. അപ്പോൾ പക്ഷികൾ, ആകാശത്തിലെ പക്ഷികളെ നോക്കാൻ അവ എന്താ പറയണത് ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ അവ മറ്റേ നൂൽ നോക്കുന്നില്ല, ഉടുപ്പുണ്ടാക്കുന്നില്ല, ലില്ലികളെ നോക്കുന്ന. പക്ഷി രാവിലെ എഴുന്നേൽക്കുന്നുണ്ടല്ലോ, പക്ഷി രാവിലെ ചിറകിട്ടടിക്കുന്നുണ്ടല്ലോ, പക്ഷി ഭക്ഷണം തേടി പോകുന്നുണ്ടല്ലോ. പക്ഷെ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടെന്നുള്ളതല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം, വിശുദ്ധി ജീവിക്കണം, കൃപയിൽ ലഭിക്കണം, വചനം പാലിക്കണം, ആത്മാർത്ഥമായ ജോലി, ശുശ്രൂഷ, എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് വലിയ കൃപ കേട്ടോ. നമുക്കിത് പ്രത്യേകിച്ച് ബ്ലെസ് ചെയ്ത് അങ്ങനത്തെ ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ ധാരാളം പേര് അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് സ്തുതിക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലെസ്സിങ് പുതിയ ഇയറിൻ്റെ, ന്യൂ ഇയറിൻ്റെ ഇന്നത്തെ ടോക്ക് കേൾക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ തന്നേക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പുതുവർഷത്തിൽ കർത്താവ് ഇന്നലെ ആശീർവദിച്ചെങ്കിലും ഇന്നാരെങ്കിലും പുതുതായിട്ട് ആശീർവദിച്ച അവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ പാപങ്ങളെല്ലാം ഈശോ മറക്കട്ടെ.
കർത്താവ് ഈ വർഷം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൃപയുടെ വർഷമായി മാറട്ടെ. ആത്മരക്ഷയ്ക്ക് അധ്വാനിക്കാനുള്ള കൃപയെല്ലാം നിങ്ങളുമേൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണം. വിശുദ്ധ ദേവസ്വ പിതാവേ, പരിശുദ്ധ അമ്മേ, അതേപോലെ തന്നെ കർത്താവെ പ്രത്യേകിച്ച് വിശുദ്ധ ജിയന്ന, അതേപോലെ ജന്ന മരിത്തമുള്ള, അതേപോലെ തന്നെ കർത്താവ് റേമൻ നന്നാച്ചോ, നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള വിശുദ്ധരുടെ പ്രത്യേക കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 2-3 നിയോഗങ്ങൾ ഞങ്ങൾ വെക്കുകയാണ്. കർത്താവെ ദൈവത്തിൻ്റെ കരുണയാൽ പ്രഗ്നൻ്റായി ഡെലിവറിക്ക് ഒരുങ്ങുന്ന ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ നോർമൽ ഡെലിവറി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവർ അബോർഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന, കൊച്ചിന് വൈകല്യം, അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഓരോ മേഖലകളിൽ ആശീർവാദ സമയത്ത് ദൈവത്തിന് കരുണ ചൊരിയണം. അതുപോലെ തന്നെ കർത്താവെ ഫ്രൂട്ട് ഓഫ് മേരി മഹാനായ ശുശ്രൂഷ അഭിഷേക നേതൃത്വം നൽകുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും 8 മണിക്കുള്ള ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ് കർത്താവ്. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് കർത്താവ്. എൻ്റെ കർത്താവെ, യോഹന്നാൻ 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നതിൻ്റെ വചനം ഓർക്കുകയാണ് കർത്താവ്. യോഹന്നാൻ 14:13 വചനം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവേ, പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആ വചനം ഓർത്ത് നന്ദി പറയുക. കർത്താവെ, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 19 വചനങ്ങളെല്ലാം ഓർക്കുകയാണ് കർത്താവ്. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേരും യോജിച്ച് വെക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നിറവേറ്റി തരും. കർത്താവെ, യോഹന്നാൻ 16-15 വചനങ്ങൾക്ക് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ്, തന്മൂലം കർത്താവ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിന് ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു തരും. ആ വചനങ്ങളെല്ലാം ഓർത്തപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ആശീർവാദം നൽകുമ്പോൾ കർത്താവെ അവിടുന്ന് കരം തുറക്കണമേ, അവിടുന്ന് ആശീർവാദം നൽകണമേ. കർത്താവ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം, മക്കൾ ദൈവത്തിൻ്റെ ദാനം, ഉദരഫല സമ്മാനം. സംഘം 127 വചനങ്ങൾ, സങ്കീർത്തനം 127, അതെല്ലാം ഓർത്തപ്പോൾ പ്രാർത്ഥിക്കുക. ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത് അങ്ങ് മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, മക്കൾ ജനിക്കാനായിട്ട് തടസ്സമുള്ളവർ, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ, ഈശോ മിശിഹായുടെ വചനത്തിൻ്റെ ശക്തിയാൽ പോലെ ആശീർവദിക്കുമ്പോൾ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി ചലിക്കാത്ത കോശങ്ങൾ ചലിച്ച് കർത്താവ് സിസ്റ്റുകളും കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി ദൈവത്തിൻ്റെ കരുണയാൽ അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കപ്പെട്ട് ചലിക്കാത്ത കോശങ്ങൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഗർഭാവസ്ഥയിൽ കോംപ്ലിക്കേഷൻ ഉള്ളവരെ അടുത്ത് സ്വർഗത്തിൽ നിന്ന് കർത്താവ് അയക്കുന്ന മാലാഖമാർ ചെന്ന് കർത്താവെ അങ്ങനത്തെ ഉള്ള എല്ലാ കോംപ്ലിക്കേഷൻസും മാറ്റി ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് നോർമൽ ഡെലിവറി ആകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ആദ്യത്തെ ഡെലിവറിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ് യേശു എന്നത് പ്രത്യേകം ആശീർവദിക്കുകയാണ്. കർത്താവ് വീണ്ടും മക്കളെ ആഗ്രഹിക്കുന്നവർ, ധാരാളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ആഗ്രഹിക്കുന്നു, റീകാനലൈസേഷൻ നടത്തിയവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ. സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദരത്തിൽ വെച്ച് നിറഞ്ഞതുപോലെ കർത്താവ് സ്വരം കേൾക്കുമ്പോൾ കർത്താവ് ഉദരത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആഹ്ലാദം കൊണ്ട് കൃപ കൊണ്ട് നിറയട്ടെ. ദുഷ്ടാരികളെ ബന്ധിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.